നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. സർവീസിൽ നിന്ന് വിരമിച്ച് വിശ്രമജീവിതം നയിക്കുമ്പോൾ അത്യാവശ്യം നാട്ടിലെ കമ്മിറ്റികളിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ ഇടപെടുന്നവരാണ് പലരും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തനായ ഒരാൾ നമുക്കിടയിലുണ്ട്. ഭക്ഷ്യസുരക്ഷ ഡെപ്യൂട്ടി കമ്മീഷണറായി വിരമിച്ച കെ അജിത് കുമാർ. വിരമിച്ച ശേഷം മനസ്സിലെ കൃഷിയുടെ തേരോട്ടമായിരുന്നു അദ്ദേഹം ഭൂമിയിൽ നടത്തിയത്. സ്വന്തമായുള്ള 80 സെൻറ്റ് ഭൂമിയിൽ കൃഷിയുടെ കാലിഡോസ്കോപ്പ് തന്നെ അദ്ദേഹം തീർത്തു. ആദിച്ചനല്ലൂരിൽ പെരുമാൾ കുന്നുള്ള കൈലാസ് അഗ്രോ ഫാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഹരിതം സുന്ദരത്തിൽ. മഹാമാരി കേരളത്തെ വിഴുങ്ങിയ ലോക്ക്ഡൗൺ കാലം. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റിൽ നിന്നും വിരമിച്ച ഡെപ്യൂട്ടി ഡയറക്ടർ കെ അജിത് കുമാർ വെറുതെ ഇരുന്നില്ല. ചെറുപ്പത്തിലെ മനസ്സിലുണ്ടായിരുന്ന മോഹം മണ്ണിൽ സാക്ഷാത്കരിക്കുകയായിരുന്നു അജിത് കുമാർ. അതിനായി എല്ലാം നൽകി കൂട്ടായത് സംസ്ഥാനത്തെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പാണ്. മണ്ണിൽ മുളയൊടിച്ച് കുത്താൻ തുടങ്ങിയപ്പോഴേ സർക്കാരിൻ്റെ സഹായം അജിത് കുമാറിന് കൂട്ടായി. സംസ്ഥാന സർക്കാരിൻ്റെ റീബിൽഡ് കേരളയിൽ കേരള ജൈവഗൃഹം പദ്ധതി സ്വന്തമായുള്ള 80 സെൻറ്റ് കൃഷിയിടം വികസിപ്പിക്കുകയായിരുന്നു അജിത് കുമാർ ആദ്യം ചെയ്തത്. പുരയിടത്തിൻ്റെ ഒത്ത നടുവിൽ ഒന്നാന്തരം ഒരാട്ടിൻകൂട് പണിതു. കാണാനും കേൾക്കാനും തുടങ്ങിയ കാലം മുതൽ ആടുകൾക്ക് വില ഏറി നിന്നിട്ടേയുള്ളൂ. ആടിനെ ഒരു വളർത്തുമൃഗമായി തിരഞ്ഞെടുക്കാൻ അങ്ങനെയും ചില കാരണങ്ങളുണ്ടായി. സംസ്ഥാനത്തെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൂടെ ഒന്നിലൂടെയും കടന്നുവരാത്ത മൃഗമെന്ന ഖ്യാതി ആടുകൾക്കുണ്ട്. സ്വർണ്ണപ്പണ്ടം പോലെ എപ്പോൾ വേണമെങ്കിലും പിടിച്ചുകൊടുത്ത് കാശാക്കാം. ആടുകളുടെ കൃഷി തകൃതിയാക്കാൻ തന്നെ അജിത് കുമാർ തീരുമാനിച്ചു. GI പൈപ്പുകളിലും സ്ക്വയർ പൈപ്പുകളിലും ഉയർന്നു നിന്നു കൂടുകൾ. 180 ചതുരശ്ര അടിയുള്ള കൂടാണ് ആടുകൾക്കായി നിർമ്മിച്ചത്. 2 ഡസനോളം ആടുകൾ ഇതിൽ കൊള്ളും. കൃഷി കാലത്തിനൊത്തതാകുമ്പോൾ സൗകര്യങ്ങൾ കുറയ്ക്കാൻ പാടില്ല. ആട് കൃഷിയിൽ പുതുതായി വന്ന സ്ലാറ്റ് തന്നെ തറയായി തീർക്കാം എന്ന് അജിത് കുമാർ തീരുമാനിച്ചു. ജർമ്മനിയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെയാണ് സ്ലാറ്റിൻ്റെ ഇറക്കുമതി വരുന്നത്. സ്ലാറ്റുകൾ എളുപ്പമാണ്. ദീർഘമായ ഒരു കാലം ആയുസ്സുണ്ട് സ്ലാറ്റുകൾക്ക്. 3 സെൻറ്റിമീറ്റർ വരുന്ന ചെറുവിടവിലൂടെ ആട്ടിൻവളം താഴെ വീണുകൊള്ളും. എപ്പോൾ വേണമെങ്കിലും കൂട്ടിച്ചേർക്കാവുന്നതും അഴിച്ചു മാറ്റാവുന്നതും എന്നതാണ് സ്ലാറ്റുകളുടെ മേന്മ. ഒന്നിനു പുറകെ മറ്റൊന്നായി നീളവും വീതിയും വർദ്ധിപ്പിക്കാം. അങ്ങനെ ആടുകൾ ഭദ്രമായി സ്ലാറ്റ് തറയിൽ ഒരുങ്ങി നിന്നു. സ്ക്വയർ പൈപ്പുകളിലാണ് ആട്ടിൻകൂട് വേർതിരിച്ചിരിക്കുന്നത്. ചെനയുള്ള ആടുകൾ, കറവയാടുകൾ, കുട്ടികൾ, ഇവർക്കായി പ്രത്യേകം ക്യൂബിക്കിളുകൾ. തീറ്റത്തൊട്ടി അഥവാ ഫീഡ് ബോക്സ് ആണ് കേമം. എടുത്തു മാറ്റാവുന്നതും എപ്പോൾ വേണമെങ്കിലും എവിടെയും വയ്ക്കാവുന്നതുമാണ് ഫീഡ് ബോക്സുകൾ. പൊട്ടും പൊടിയുമൊന്നും തങ്ങി നിൽക്കില്ല. നന്നായി കഴുകിയെടുക്കാം. ആടാകുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പും വേണം. മലബാറി ആടുകളാണ് എന്നും വിപണിയിൽ മികച്ചു നിൽക്കുന്നത്. ശിവൻ എന്നറിയപ്പെടുന്ന മലബാറി ആടിൻ്റെ ഇറച്ചിക്ക് മേന്മ കൂടുതലാണ്. എല്ല് കുറവും മാംസം കൂടുതലും എന്നതാണ് മലബാറി ആടുകളുടെ മേന്മ. പാലിനും അവർ മോശമല്ല. 10 പെണ്ണാടുകൾക്ക് ഒരു മുട്ടനാട് എന്നതാണ് കണക്ക്. മുട്ടന്മാർ ഭീമന്മാരാകണം. അതിനായി അജിത് കുമാർ തിരഞ്ഞെടുത്തത് മറുനാടൻ ആടുകളെയാണ്. സിരോഹിയാണ് പ്രധാന ഇനം. രാജസ്ഥാനിലെ മരുഭൂമിയാണ് സിരോഹി. തവിട്ട് നിറത്തിൽ സ്വർണ്ണ പുള്ളികൾ പടരുന്നതാണ് ആ മേനിച്ചന്തം. പൂർണ്ണ വളർച്ചയിൽ മുട്ടനാടുകൾ 80 കിലോയോളം വരും. രാജസ്ഥാനിലെ ആൽവർ ജില്ലയിൽ നിന്നാണ് മുട്ടനാടുകളെ എത്തിച്ചത്. 1 വർഷം പ്രായമാകുമ്പോൾ മുട്ടനാടുകളെ ഇണചേർക്കാം. 155 ദിവസമാണ് ആടുകളുടെ ഗർഭകാലം. ഒറ്റപ്രസവത്തിൽ 2-3 കുട്ടികളെ കിട്ടും എന്നതും മലബാറിയുടെ ഒരു ഗുണമാണ്. മികച്ച സങ്കര പ്രജനനത്തിലൂടെ മികച്ച ആട്ടിൻകുട്ടികളെ സൃഷ്ടിക്കാം. ഭാരത്തിനാണ് വില. മുട്ടനാടുകൾ സിരോഹിയാകുമ്പോൾ കുട്ടികൾക്ക് ഭാരമേറും. കറുപ്പും വെള്ളയും തവിട്ടും പുള്ളികൾ പടർത്തി അവർ ചൈതന്യമുള്ള കുട്ടികളെ ഉണ്ടാക്കും. മുഖം മലബാറിയുടേതെങ്കിലും ഭാരം കൂടുതലാകും. കടുത്ത വേനലിൽ ആടുകളെ അഴിച്ച് തണലത്ത് കെട്ടാൻ മാർഗമുണ്ട്.
ആട്ടിൻവളവും മൂത്രവും ഒന്നും നേരെ താഴെ വീണ് മലിനമാകുന്നില്ല. ഗോപുരാകൃതിയിൽ താഴെ അടുക്കി വച്ചിരിക്കുന്ന ടിൻഷീറ്റുകളുടെ പുറത്തേക്കാണ് അത് വീഴുക. ഓരോ അഗ്രത്തു നിന്നും അത് കൃത്യമായി ശേഖരിക്കാം. അങ്ങനെ കൂടുകൾ ഉണ്ടാക്കുന്ന ഡിസൈന് താഴെ താറാവിനായി പ്രത്യേക കൂടുകൾ പണിയാം. അങ്ങനെ കുറഞ്ഞ സ്ഥലപരിമിതിയിൽ ആടും താറാവും ഒത്തൊരുമിച്ച് പാർക്കും. ആടുകൾക്കും മികച്ച തീറ്റയുണ്ട്. ഇലത്തീറ്റയാണ് അതിൽ കേമം. സൂപ്പർ നേപ്പിയർ പുല്ലാണ് ആടുകളുടെ പ്രധാന തീറ്റ. അതാകട്ടെ ഉയരത്തു നിന്നും കെട്ടിയിടും. ഒരു കൂട്ടം ആടുകൾ ഒരുമിച്ച് മത്സരിച്ചാണ് തീറ്റ തിന്നാറ്. ആടുകളെ തീറ്റ തിന്നാൻ പ്രേരിപ്പിക്കുന്നതും ഈ വിദ്യ തന്നെ. ഫൈബർ കോട്ടഡ് ടിൻഷീറ്റുകളുടെ ബലത്തിൽ വെയിലിൻ്റെ വീറിനെ തടഞ്ഞ് ആടുകൾക്ക് ഒന്നാം തരം സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. തൊട്ടടുത്തായി തന്നെ പോത്തിൻകുട്ടന്മാർക്കായി വലിയ ഒരു കൂടാരമുണ്ട്. 600 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള കൂടുകളിൽ 10ഓളം പോത്തിൻകുട്ടന്മാർക്ക് പാർക്കാം. പ്രാദേശിക ചന്തകളിൽ നിന്നാണ് പോത്തുകളെ എത്തിച്ചത്. 6ാം മാസത്തിലെത്തിയ പോത്തുകൾ ഇപ്പോൾ 1 വയസ്സോളം പ്രായത്തിലെത്തുന്നു. മുറയാണ് പോത്തിനം. ഹരിയാനയിലും രാജ്തക്കിലുമൊക്കെയാണ് മുറയുടെ വാസകേന്ദ്രം. ഉറച്ച ഉടൽബലവും ശക്തമായ ശരീരഘടനയുമാണ് പോത്തുകളെ വ്യത്യസ്തമാക്കുന്നത്. ഒന്നാം തരം തീറ്റയിൽ പോത്തുകൾ നന്നായി മിനുങ്ങും. പുളിങ്കുരുവും ഗോതമ്പ് തവിടുമൊക്കെ മേമ്പൊടിയായി ചേരുമ്പോൾ പോത്തിൻ്റെ പുറം കണ്ണാടി പോലെ മിനുങ്ങും. പോത്തിൻകുട്ടന്മാർക്ക് കൂട്ടായി നല്ല ഒരു എരുമയെ കൂടി എത്തിച്ചിട്ടുണ്ട്. എരുമയും മുറ തന്നെ ഇനം. എരുമകളുടെ പ്രജനനത്തിലും ഒരു പയറ്റ് പയറ്റാൻ തന്നെയാണ് അജിത് കുമാറിൻ്റെ തീരുമാനം. ചൂട് എരുമകൾക്ക് യോജിച്ചതല്ല. കയം കണ്ടാൽ കന്നുകൾ അവിടെ ഇറങ്ങും. എങ്കിലും കടുത്ത വേനലാണ്. അവയെ സൂര്യപ്രകാശം തടയുന്ന നല്ല മേൽക്കൂരയ്ക്ക് താഴെ നിർത്തിയിരിക്കുന്നു. പോത്തും എരുമയുമൊക്കെ ഉണ്ടെങ്കിലും പറമ്പിൻ്റെ ചൈതന്യം പൂവാലി തന്നെ. ഒന്നാം തരം ഒരു ഹോൾസ്റ്റെയിൻ പൂവാലിയെ ഒപ്പം കൂട്ടിയിട്ടുണ്ട് അജിത് കുമാർ. നെതർലൻഡാണ് ഹോൾസ്റ്റെയിൻ ഫ്രീസിയൻ്റെ ജന്മദേശം. വർഷത്തിൽ 305ഓളം കറവദിനങ്ങൾ ഉണ്ടെന്നുള്ളതാണ് മേന്മ. ഹോൾസ്റ്റെയിൻ വന്ന് 1 പ്രസവിച്ചു കഴിഞ്ഞു. പാൽമണം മാറാത്ത ഒരു പൈക്കിടാവ് കൂട്ടിനുണ്ട്. കൃത്യമായ കറവയിലാണ് കാര്യം. അതിനായി മെഷീൻ കറവയെ തന്നെയാണ് അജിത് ആശ്രയിച്ചത്. അകിടുകൾ നേർത്ത അണുനാശിനിയിൽ നന്നായി കഴുകി തുടച്ചെടുക്കും. കറവ മെഷീൻ്റെ ടീറ്റ് കപ്പും പൾസേറ്ററും പിടിപ്പിക്കുവാൻ ജീവനക്കാരുണ്ട്. വാക്വം പ്രഷറിലാണ് കറവ. 10 ലിറ്ററോളം പാലുള്ള പൈക്കള കറക്കാൻ കേവലം 5 മിനിറ്റ് മതി എന്നതാണ് മെഷീൻ്റെ മേന്മ. ഒപ്പം ശുദ്ധമായ പാൽക്കറവയും. കടലിനക്കരെയുള്ള രക്തപാരമ്പര്യം അവകാശപ്പെടുന്ന പൈക്കൾക്ക് കടുത്ത ആർദ്രതയും ഊഷ്മാവും ഒന്നും താങ്ങാൻ കഴിയില്ല. അവർക്ക് വിശാലമായി നിൽക്കാൻ 450 ചതുരശ്ര അടിയുള്ള ഒരു വലിയ കൂടാരം തയ്യാറാക്കിയിട്ടുണ്ട്. കുളമ്പ് മറ്റൊരു പ്രശ്നമാണ്. കുളമ്പ് തേയാതെ നിൽക്കാൻ റബ്ബർ മാറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. ജൈവവളം ധാരാളം കിട്ടുമ്പോൾ നല്ല ഒരു കൃഷി വേണം. അതും കാലത്തിനൊത്ത നവീനമായ ഒന്നായിരിക്കണം എന്ന നിർബന്ധമുണ്ട് അജിത്തിന്. അതുകൊണ്ട് തന്നെ തണ്ണിമത്തനായി 10 സെന്റ് സ്ഥലം തിരഞ്ഞെടുത്തു. ഈ ചൂടുകാലത്ത് നന്നായി വിറ്റുപോകുന്ന ഉൽപ്പന്നമാണ് തണ്ണിമത്തൻ. അതിലും ചില തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായി. ഷുഗർ ബേബി എന്നതാണ് പുതിയ ഇനം. ന്യൂഡൽഹിയിലെ കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ഇനമാണ് ഷുഗർ ബേബി. ഷുഗർ ബേബിയെ തിരഞ്ഞെടുക്കാൻ കാരണം മറ്റൊന്നുമല്ല. പൂർണ്ണ വളർച്ചയെത്തിയ തണ്ണിമത്തിന് 3 മുതൽ 5 കിലോ ഭാരം വരെ ഉണ്ടാവും. ഗാർഹിക ആവശ്യത്തിന് ഏറ്റവും വിറ്റുപോകുന്ന ഇനമാണ് ഷുഗർ ബേബി. നേർത്ത നീല കലർന്ന പച്ച നിറമാണ് പുറന്തോടിന്. 80 ദിവസം കൊണ്ട് തന്നെ അവ പൂർണ്ണ വളർച്ചയെത്തും. തണ്ണിമത്തൻ നടാനും ചില രീതികളൊക്കെ ഉണ്ട്. 2 മീറ്റർ അകലത്തിലാണ് വിത്തുകൾ നടാറ്. ബീറ്റിലാണ് തണ്ണിമത്തൻ്റെ ശത്രു. തെങ്ങിലെ ചെല്ലി പോലെ അത് കായ്കളെ തുരന്നുകളയും. ചെറുപ്പത്തിലെ തന്നെ അതിനെ പുതയിട്ട് പുതപ്പിക്കുവാൻ അജിത് കുമാറിന് ബിരുദേറെയുണ്ട്. വൈക്കോലാണ് പുത. വൈക്കോൽ പുതയിൽ കായ പൂർണ്ണമായും പൊതിഞ്ഞിറക്കും. വെയിലടിക്കാതെ ബീറ്റിലിൻ്റെ ശല്യമില്ലാതെ അവ വളർന്നു വരുവാൻ ഇത് തന്നെ മാർഗം. നാല് സെന്റോളം വരുന്ന വിസ്തൃതമായ ഒരു കുളവും പറമ്പിലുണ്ട്. ജൈവഗൃഹം പദ്ധതി തന്നെ സംയോജിത കൃഷിരീതിയുടേതാണ്. അതിൽ മത്സ്യത്തെ ഒഴിവാക്കുക വയ്യ. ഏതുൽപ്പന്നം വിൽക്കാനും പരസ്യം വേണ്ട ഇക്കാലത്ത് മത്സ്യത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ആവശ്യമേയില്ല എന്ന് അജിത് കുമാർ പറയും.
വെള്ളത്തിൻ്റെ അമ്ലക്ഷാരനിലയും പ്രാണവായുവിൻ്റെ അളവുമൊക്കെ നോക്കിയാണ് കൃഷി. ഇത്തവണ അജിത് എന്തായാലും തിരഞ്ഞെടുത്തത് തിലാപ്പിയ മത്സ്യത്തെയാണ്. തായ്ലൻഡിലെ ചിത്രലാട കൊട്ടാരത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്നുണ്ട് ചിത്രലാട തിലാപ്പിയ. മുട്ടയിട്ട് പെരുകുന്നവരാണ് തിലാപ്പിയ. ഒരു സമയം 500 മുതൽ 1500 മുട്ടകൾ വരെ തിലാപ്പിയ മത്സ്യങ്ങളിടും. വിപണി വിലയിൽ എന്നും മുന്നിൽ നിൽക്കുന്നുണ്ട് തിലാപ്പിയ. എപ്പോൾ വേണമെങ്കിലും കൊയ്ത് കാശാക്കി മാറ്റാം. ഒറ്റ കൊയ്ത്തിൽ തന്നെ 50 മുതൽ 100 കിലോ വരെ കയറും. കോരുവലയിലാണ് തിലാപ്പിയ കൊയ്തെടുക്കുക. അപ്പോൾ തന്നെ ആവശ്യക്കാർ വന്ന് വാങ്ങിക്കുകയും ചെയ്യും. കൈലാസ് അഗ്രോ ഫാമിൻ്റെ നായകൻ ശ്രീ അജിത് കുമാർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം ശ്രീ അജിത്. ഒരു ഭക്ഷ്യസുരക്ഷാ ഡെപ്യൂട്ടി കമ്മീഷണറൊക്കെ ആയിരിക്കുന്ന ഒരാൾ തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ വിരമിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു കാർഷിക മേഖലയിലേക്ക് ഇറങ്ങാനുണ്ടായ ഒരു കാരണം എന്താ? കാർഷിക പാരമ്പര്യമുള്ളൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഒരു 33 വർഷത്തെ സർവീസിനിടയ്ക്ക് തന്നെ ഈ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അനുഭവിച്ചറിയാനും പരിചയപ്പെടുവാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കർഷകനാകണം എന്നൊരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോവിഡ് കാലത്ത് വെറുതെ എല്ലാവരും ലോക്ക്ഡൗൺ ആയിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് തോന്നിയത്. മറ്റെന്തെങ്കിലും മേഖലയിലേക്ക് പ്രവേശിക്കാനൊരു അവസരം ഉണ്ടായിരുന്നു? ഉണ്ട്, പല മേഖലകളിലും എനിക്ക് പ്രവേശിക്കാമായിരുന്നു. റിട്ടയർഡായതിനു ശേഷം ഞാൻ വർക്ക് ചെയ്ത മേഖലയിൽ തന്നെ എനിക്ക് പോകാമായിരുന്നു. എങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം, ഒരു കർഷകനാകണം എന്നുള്ളത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരാഗ്രഹമായിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പോൾ കേവലം ഒരു 5-6 മാസമായിട്ടുള്ളൂ ഈ കൃഷിയിലേക്ക് വന്നിട്ട്? അതെ, ഈ സംരംഭം തുടങ്ങിയിട്ട് ഒരു 5-6 മാസമായതേ ഉള്ളൂ. കഴിഞ്ഞ ആഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഞങ്ങളിവിടെ വരുമ്പോൾ കാണുന്ന വിവിധ തരത്തിലുള്ള കൃഷിയുണ്ട്. പോത്തിൻകുട്ടന്മാരുണ്ട്, താറാവിൻ പറ്റമുണ്ട്, ആട്ടിൻ പറ്റമുണ്ട്, തണ്ണിമത്തൻ കൃഷിയുണ്ട്. ഇത്രയും കൃഷി ഈ 5 മാസം കൊണ്ട് തന്നെ വികസിപ്പിച്ചെടുത്തു. ഇതിൽ താങ്കൾ അനുഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താ? പശു വളർത്തലിലാണ് എനിക്ക് വെല്ലുവിളി തോന്നിയത്. അത് പശുവിനെ സെലക്ട് ചെയ്യുന്നതിലൊരു ബുദ്ധിമുട്ട്. നല്ല ഇനം പശുക്കളെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാൻ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ട് വന്നു. അത് ഈ ഇടനിലക്കാരെ സമീപിക്കാൻ ഞാൻ തന്നെ ഡയറക്റ്റ് പോയി. അതിൽ ചില ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട്. എങ്കിലും ഞാൻ ഡയറക്റ്റ് പോയതിൽ അപ്രോച്ച് ചെയ്തതിൽ എനിക്ക് ചില അപാകതകൾ പറ്റി. സെലക്ട് ചെയ്യുന്നതിനുള്ള ബ്രീഡിനെ സെലക്ട് ചെയ്യുന്നതിലായാലും അതിൻ്റെ കറവ സമയം നോക്കുന്നതിലും പാലിൻ്റെ ലഭ്യതയിലും ഒക്കെ കുറവ് വന്നു. അപ്പോൾ ഇത് സമ്മിശ്ര കൃഷിയാണ് വിജയകരമായി തോന്നിയത്. ഇത് പശു വളർത്തൽ മാത്രമാണെങ്കിൽ ഞാൻ നിർത്തിയിട്ട് പോകേണ്ട സമയമായി കഴിഞ്ഞു. സമ്മിശ്ര കൃഷി ആയതുകൊണ്ട് എനിക്ക് 6-7 ഐറ്റം ഉള്ളതുകൊണ്ട് ഒന്നിലൊരു പരാജയം വന്നപ്പോൾ മറ്റേതിൽ എനിക്ക് റിക്കൂപ്പ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഏതാണ്ട് 80 സെൻറ്റ് സ്ഥലം, കുറച്ച് സ്ഥലം ലീസിനെടുത്തിരിക്കുന്നു. ഇതെല്ലാം കൂടി ചേർന്നാൽ ഇനി മറ്റെന്തൊക്കെ കൃഷികൾ കൂടി ഇതിൽ സംയോജിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഇനി കുറച്ച് പച്ചക്കറി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പാർട്ട് ഡെവലപ്പ് ചെയ്ത് കുറച്ച് കരനെൽ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പച്ചക്കറിയാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ നിലവിലുള്ളത് കൂടാതെ പശുവിനെ ഇനി എണ്ണം കൂട്ടാനും ആഗ്രഹമുണ്ട്. ഈ വിരമിച്ച ശേഷം ഇങ്ങനെ കൃഷിയിലേക്കൊക്കെ വരുമ്പോൾ ഒരു അതിരാവിലെ എഴുന്നേറ്റ് കൃഷിയിടത്തിൽ വരികയൊക്കെ വേണം. അപ്പോൾ വീട്ടുകാരെന്ത് പറഞ്ഞു? ഇല്ല, വീട്ടിൽ നല്ല ഫുൾ സപ്പോർട്ടാണ്. ഈ ഞാൻ പറഞ്ഞല്ലോ, കാർഷിക താല്പര്യമുള്ളതുകൊണ്ട് എൻ്റെ 2 മക്കളും BSc അഗ്രികൾച്ചറിന് പഠിക്കുകയാണ്. ഒരാൾ കോഴ്സ് കഴിഞ്ഞു, രണ്ടാമത്തെ ആൾ BSc അഗ്രികൾച്ചറിന് പഠിക്കുന്നു. അപ്പോൾ ഈ കാർഷിക മേഖലയും കൃഷിയുമായിട്ട് അവർക്കും താല്പര്യമുണ്ട്, എനിക്കും താല്പര്യമുണ്ട്. കുളമാകുമ്പോൾ അതിലെ വെള്ളം ചലിപ്പിക്കുവാൻ താറാവുകൾ നിർബന്ധമാണ്. കുട്ടനാടൻ താറാവുകളായ ചാരയെയും ചെമ്പല്ലിയെയുമാണ് അജിത് അതിനായി തിരഞ്ഞെടുത്തത്. ചാര, ചെമ്പല്ലി എന്ന പേരുകൾ കുട്ടനാടൻ കർഷകർ നൽകിയതാണ്. 14 ദിവസം വരെ റെഫ്രിജറേറ്ററിൻ്റെ സഹായം കൂടാതെ മുട്ടകൾ പുറത്തിരിക്കും, കേടാകില്ല. ചാരപ്പൂവനും ചെമ്പല്ലിപ്പൂവനും നല്ല അഴകുണ്ട്. പൂവന്മാരെ കഴുത്തിലെ മയിലഴക് നോക്കി തിരിച്ചറിയാം. പിടയ്ക്കാണ് താറാവിൽ ശബ്ദം കൂടുതൽ. പറ്റമായി ചന്തത്തിൽ ചിറക് തുടിപ്പിച്ച് നീന്തുന്നവരാണ് താറാവുകൾ. ആ നീന്തലിന് ഒരു അഴക് നൽകുവാനായി വിയറ്റ്നാം താറാവായ ബിഗോവയെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട്. മഞ്ഞച്ചുണ്ടും മഞ്ഞക്കാലും ശുഭ്രശോഭയുള്ള തൂവലുകളുമാണ് വിയറ്റ്നാം താറാവായ ബിഗോവയ്ക്ക്. 2ാം ലോക മഹായുദ്ധ കാലത്ത് വിയറ്റ്നാമിലെ കിടങ്ങുകളിൽ വളർത്താൻ യോജിച്ച് വികസിപ്പിച്ചതാണ് ബിഗോവ. എയിൽസ്ബറി പൂവൻ താറാവിൽ നിന്നും വൈറ്റ് പിടത്താറാവിൽ നിന്നും ഇണചേർത്ത് ഉണ്ടാക്കിയവർ. പറമ്പിലെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലമെല്ലാം അജിത് കുമാർ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പുല്ലാണ് പ്രധാന വിള, അതും സൂപ്പർ നേപ്പിയർ. 3 മുതൽ 4 വർഷം വരെ ആയുസുണ്ട് ഒരു കടയ്ക്ക്. അത്രയും നാൾ കൊയ്യാമെന്നർത്ഥം. ആദ്യ കൊയ്ത്തിന് 70-ാം ദിവസം വേണം. തുടർന്ന് ഓരോ 45-ാം പക്കവും കൊയ്തെടുക്കാം. വരുന്ന മഴക്കാലത്ത് ഏക്കർ കണക്കിന് പുൽകൃഷി ചെയ്യാനായി സ്ഥലം ലീസിനെടുത്തിട്ടുണ്ട് താനും. പടിപടിയായി വികസിക്കുന്ന തൻ്റെ കൃഷി സ്വപ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് അജിത് കുമാർ പറയും. മനസ്സിലെ ആ മോഹനസുന്ദര സ്വപ്നങ്ങളൊക്കെയും ഹരിതസുന്ദരത്തോട് പങ്കുവച്ചു.
അജിത് സാറ് ഒരുപക്ഷെ കേരളത്തിലൊരു വലിയ മാതൃകയാണ്. കാരണം വിരമിച്ച അപൂർവം ചില ആളുകളെ കൃഷിയിലേക്കൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാൾ കൃഷിയിലേക്ക് ഇറങ്ങി വന്നാൽ അവർക്ക് സുരക്ഷിതമായി നിക്ഷേപം നടത്താൻ കഴിയുന്നൊരു മേഖലയാണത്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട്. ഞാനിത് കുറച്ച് നിക്ഷേപം നടത്തി കഴിഞ്ഞപ്പോൾ തന്നെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കൃഷി വകുപ്പിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ നേരിട്ട് വന്ന് പിന്നെ ഫീൽഡ് സ്റ്റാഫിനെ കൂടെ വിട്ട് തന്ന് കൃഷി രീതികൾ പറയുകയും തണ്ണിമത്തൻ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ഇട്ടതാണ്. ഈ നാട്ടിൽ എനിക്ക് തന്നെ ഒരു പേടിയുണ്ടായിരുന്നു തണ്ണിമത്തൻ ഇങ്ങനെ വ്യാപകമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും പ്രോത്സാഹനവും ഇതിലുണ്ടായിരുന്നു. അതുപോലെ മത്സ്യകൃഷി ഇവിടുത്തെ ഫീൽഡ് പ്രൊമോട്ടർ പഞ്ചായത്തിൻ്റെ പ്രൊമോട്ടർ വരികയും അവർ നല്ല നിർദ്ദേശം തരികയും എനിക്ക് പിന്നെ കാർപ്പ് മത്സ്യകൃഷി അതിലൊരു പിന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഒരു ഇത് എന്താണ് പറയുന്നത് മറ്റേ സബ്സിഡി കിട്ടി. അതുപോലെ തന്നെ ഈ ജൈവഗൃഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ ഒരു സബ്സിഡി നല്ലൊരു എമൗണ്ട് സബ്സിഡി കിട്ടി. ഞാൻ ലോണൊന്നും എടുത്തിട്ടില്ല, പക്ഷേ സബ്സിഡി ഇനത്തിൽ നല്ലൊരു തുക ഈ 2 കൃഷി രീതിയിൽ എനിക്ക് കിട്ടി. സർക്കാരിൻ്റെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു. ഏത് കാര്യത്തിലും സർക്കാർ ഒപ്പമുണ്ട് എന്നൊരു തോന്നലുണ്ട്. തീർച്ചയായിട്ടും സർക്കാർ ഒപ്പമുണ്ട് എന്ന ബോധമുണ്ടായിരുന്നു. അപ്പോൾ ഇനി മനസ്സിലൊരു പ്ലാൻ എന്താണ്? ഇനി ഇത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യുക, കുറച്ച് പേർ കൂടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ആഹാരം ഉൽപ്പാദിപ്പിക്കുക, ആഹാരം മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുക. ഏറ്റവും ബേസിക് നീഡ് ആഹാരമാണ്. ആ ആഹാരം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള വിതരണം ചെയ്യുക എന്നുള്ള നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുക എന്നുള്ളൊരു നല്ല സൽപ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. അന്നം ബ്രഹ്മമാണെന്നാണ് പറയുന്നത്. അന്നം ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല പ്രവൃത്തിയാണെന്ന് മനസ്സിൽ കൊണ്ടുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കിടന്നത്. അതിലൂടെ ഒരു വരുമാനവും ലക്ഷ്യം കാണുന്നുണ്ട്. വരുമാനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആട് വളർത്തലിൽ എനിക്ക് 5 മാസം കൊണ്ട് തന്നെ ലാഭമുണ്ടായി. മത്സ്യകൃഷിയിലും ഒരു 4-5 മാസം കൊണ്ട് ലാഭമുണ്ടായി. താറാവ് കൃഷിയിൽ ലാഭമുണ്ടായി. പശുവിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ പരാജയം വന്നു. അത് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി റിക്കപ്പ് ചെയ്തുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ധാരാളം പേർ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. അവരോട് നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം എന്താണ് ഐ സാർ? തീർച്ചയായിട്ടും കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാവുന്ന നല്ല മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാവും, ശാരീരികമായിട്ട് ഒരു ഉന്മേഷം ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ മേഖലയിൽ ബന്ധപ്പെട്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല പ്രോത്സാഹനം ഉണ്ടാകും. പ്രവർത്തിക്കാവുന്നൊരു മേഖലയാണ്. സമ്മിശ്ര കൃഷിയിലേക്ക് തന്നെ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. സമ്മിശ്ര കൃഷിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നിൽ നമുക്കൊരു എന്തെങ്കിലും പ്രശ്നം വന്നാൽ മറ്റേതിലൂടെ നമുക്ക് വീണ്ടെടുക്കാം. മഹിതവും മധുരോധാരവുമായ ഒരു നന്മയുണ്ട് കൃഷിയിൽ. അതിൽ അജിത്തിൻ്റെ അധ്വാനവും ആത്മസമർപ്പണവുമാകുമ്പോൾ വിജയം 100 മേനി ഉറപ്പാണ്. നേരം ഭാവുകങ്ങൾ. ഇനി നമ്മൾ പോകുന്നത് കൊല്ലത്തെ ശ്രീനാരായണ കോളേജിലേക്കാണ്. നമുക്കറിയാം പഠനത്തോടൊപ്പം വരുമാനവും എന്ന ആശയം കടൽ കടന്നു വന്നതാണ്. എങ്കിലും അത് കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രാവർത്തികമാക്കുവാൻ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ഒരുങ്ങുന്നു. അരുമപക്ഷികളുടെയും മൃഗങ്ങളുടെയും പ്രജനനവും പരിപാലനവും വശത്താക്കിയാൽ ചെറുതല്ലാത്ത ഒരാദായം വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. കൊല്ലം SN കോളേജിൽ മൃഗസംരക്ഷണ വകുപ്പ് സംഘടിപ്പിച്ച ശില്പശാലയിലെ കാഴ്ചകളാണ് ഇനി. കൊല്ലം ശ്രീനാരായണ കോളേജിലെ സുവോളജി വിഭാഗമാണ് പഠനത്തോടൊപ്പം വരുമാനവും തേടുന്ന പരിശീലനം നടത്താൻ മുന്നിട്ട് വന്നത്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കൊല്ലത്തെ കൊട്ടിയം മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രമാണ് ഈ ശില്പശാല സംഘടിപ്പിച്ചത്. ആൺകുട്ടികളും പെൺകുട്ടികളുമായി 100ഓളം പേർ ശില്പശാലയിൽ പങ്കെടുത്തു. ശില്പശാലയ്ക്കായി നിരന്നിരുന്നത് അരിമകൾ ഏറെയാണ്. ചെറിയ വെളുത്ത എലി മുതൽ വലിയ കറുത്ത ടർക്കിക്കോഴികൾ വരെ പ്രദർശനത്തിലുണ്ടായിരുന്നു. പൂച്ചകളായിരുന്നു ഏറെ ആകർഷകം. പണ്ടേ പോലെ പാല് കട്ടുകുടിക്കുന്ന പൂച്ചകളല്ല, കലമുടയ്ക്കുന്ന മിണ്ടാപ്പൂച്ചകളുമല്ല, സാക്ഷാൽ പേർഷ്യൻ പൂച്ചകൾ. ഇറാനിയൻ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ് പേർഷ്യൻ പൂച്ചകൾ. ഇന്ന് കേരളത്തിലെ അരുമപ്രേമികളുടെ ഹരമാണ് പേർഷ്യൻ പൂച്ചകൾ. ഡോളും സെമി ഡോളും പഞ്ചും എക്സ്ട്രീം പഞ്ചും ഒക്കെയായി വിവിധ മാതൃകകൾ ഇവരിലുണ്ട്. മൂക്കിൻ്റെയും നെറ്റിയുടെയും ഒക്കെ സ്ഥാനം നോക്കിയാണ് ഈ മാതൃകകൾ നിർണ്ണയിക്കപ്പെടുക. മൂക്ക് പരമാവധി ഉള്ളിലേക്ക് കുഴിഞ്ഞിരുന്നാൽ അത് എക്സ്ട്രീം പഞ്ചാണ്. വില ഏറും. 5 അക്ക സംഖ്യകളിലാണ് ഇപ്പോൾ പൂച്ചകളുടെ വില തുടങ്ങുക. പൂച്ചകളിൽ എന്നും നക്ഷത്രമായി നിൽക്കുന്നത് ബംഗാൾ ക്യാറ്റുകളാണ്, സാക്ഷാൽ പുലിമുരുകന്മാർ. പുലിത്തോലിൻ്റെ ആകൃതിയിൽ തന്നെയാണ് ബംഗാൾ ക്യാറ്റിൻ്റെ ചർമ്മത്തിലെ വർണ്ണവിന്യാസം. അടുത്തുനിന്ന് കണ്ടാലേ പൂച്ചയാണ് എന്ന് തോന്നും, അകന്നു നിന്നാൽ ഒരു പുലിക്കുട്ടി വിശ്രമിക്കുന്നതായേ തോന്നും. ബംഗാൾ ക്യാറ്റിൻ്റെ വിവിധ ഇനങ്ങളെ ശില്പശാലയിൽ പ്രദർശിപ്പിച്ചു.
പൂച്ചകളെ കാണുവാനും അവരെ നെഞ്ചിലേറ്റുവാനുമൊക്കെ വിദ്യാർത്ഥികൾ മത്സരിച്ചു. വർണ്ണമത്സ്യങ്ങൾ വലിയ വരുമാന മാർഗമാണ്. പഠനത്തോടൊപ്പം നിസ്സാരമായി ആ വരുമാനം കൊയ്തെടുക്കാം. പ്രസവിക്കുന്ന മത്സ്യങ്ങളും മുട്ടയിടുന്ന മത്സ്യങ്ങളുമുണ്ട്. ഒക്കെയും പ്രദർശനത്തിൽ പങ്കെടുത്തു. ഗപ്പിയും മോളിയും വാൾവാലനുമൊക്കെ ഹരമായി. മുട്ടയിടുന്ന മത്സ്യങ്ങളിൽ സ്വർണ്ണ മത്സ്യങ്ങളാണ് ഏറെ മികച്ചു നിൽക്കുക. അതിൽ തന്നെ 12ഓളം വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. പേളും സെലസ്റ്റിയലും ടെലസ്കോപ്പിക്കുമൊക്കെ പ്രദർശനത്തിൽ പങ്കെടുത്തു. അരുമമൃഗങ്ങളുടെ ശില്പശാലയാകുമ്പോൾ അതിൽ നിന്ന് നായ്ക്കൾ മാറി നിൽക്കുന്നതെങ്ങനെ? സാക്ഷാൽ ഫ്രഞ്ച് താരം ബീഗിൾ വന്നു. ബ്യൂഗിൾ എന്ന സംഗീത ഉപകരണത്തിന്റെ പേരിൽ നിന്നാണ് പിന്നീട് ബീഗിൾ എന്ന ജനുസ് രൂപപ്പെട്ടത്. കറുപ്പും വെളുപ്പും കാട്ടുതേനിന്റെ വർണ്ണവുമൊക്കെ അതിൽ ഇഴചേരും.